പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അഫോർഡബിൾ പ്രൈസിലായിട്ടും അതുപോലെ മൾട്ടി പർപ്പസ് ആയിട്ടും യൂസ് ചെയ്യാവുന്ന കുറേ സാരികളാണ് കാണിക്കുന്നത്. ഇതൊരു വിചിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു ആൻറ്റിക് ഗോൾഡ് പ്രിൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല കളേഴ്സ്, അതുപോലെ വേറെ ഡിസൈനിലുള്ള കളേഴ്സ്, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. എല്ലാം അഫോർഡബിൾ പ്രൈസിൽ. ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ചുരിദാറായിട്ട്, ഫ്രോക്കായിട്ട്, ഓണമൊക്കെ വരുമല്ലേ. അപ്പം ഇനിയിപ്പോൾ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണേലും. അപ്പോൾ ഫ്രോക്ക്, ചുരിദാർ, ലാച്ച, അതുപോലെ ധാവണി, ഇതിനെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണിത്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. വിചിത്ര സിൽക്കാണ് സാരി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് മൾട്ടി പർപ്പസ് യൂസ് ചെയ്യാം. ഇത് സാരി കുറേ ഉടുത്തിട്ട് സാരി വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചുരിദാറായിട്ട് ചെയ്യാം, അതുപോലെ ദുപ്പട്ടയായിട്ട് ചെയ്യാം, ഫ്രോക്കായിട്ട് ചെയ്യാം, ഏതിനും യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം. അതുപോലെയുള്ള ഡിസൈനുകളുമാണ്. നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഗോൾഡ് ഷെയ്ഡ് ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഒരു അങ്ങനെ തിളങ്ങി നിൽക്കുന്നതൊന്നും അല്ല. ഇതിന് ആ ഡിസൈൻ ഭംഗിയാണ്. ഞാനിപ്പോൾ ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ് വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്കിതിൽ ഏത് വേണമെങ്കിലും ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെറൂൺ ഷെയ്ഡ്, മെറൂണിലും ഡിസൈൻ അത് തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 525 ആണ്. വളരെ അഫോർഡബിൾ പ്രൈസിലാണ്. വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. വിത്ത് ബ്ലൗസ് അല്ല, ഇങ്ങനെയാണിത് വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ട്രാൻസ്പെറൻറ്റും അല്ല. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്. ഏതിനും ആ കളർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോൾഡ് ഇതുണ്ടോ, ഒരു ഗോൾഡ് അങ്ങ് തിളങ്ങി നിൽക്കുന്ന ഗോൾഡല്ല. അത് ഞാൻ ആദ്യവും പറഞ്ഞായിരുന്നു. ഉണ്ടോ, ആ ഗോൾഡ് അത് തന്നെ, ആ പ്രിൻ്റ് തന്നെ നല്ലൊരു ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു റാണി പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏത് കളറുകാർക്ക് അനുയോജ്യമായ കളർ ടോണിലാണ്. ഇതെല്ലാം നല്ലൊരു ഭംഗിയാണ്. ഇത് കണ്ടോ, ഇത് വെയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം. ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ, അതുപോലെ ഒതുങ്ങിക്കിടക്കും. ഒട്ടിക്കിടക്കുന്ന മെറ്റീരിയലും അല്ല ഇത്. വിചിത്ര സിൽക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ റേറ്റിൽ, അതായത് 525 ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതും നേവി ബ്ലൂവിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ മാറ്റമുണ്ട്. സ്ട്രൈപ്സ് തന്നെയാണ്. ഈ സ്ട്രൈപ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോൾ ഇച്ചിരി വണ്ണം ഉള്ളവർക്കായാലും ഒതുങ്ങിക്കിടന്നോളും. ഈ ഇങ്ങനത്തെ ഡിസൈൻ ആകുമ്പോൾ നമ്മൾ ഉടുത്ത് വരുമ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ വരും. ഇങ്ങനെയാണത് ഓൾ ഓവർ ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ് അല്ലാട്ടോ ഇതൊന്നും. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇതിൻ്റെ ഇനി ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം. നല്ലൊരു മജന്ത ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ലൈൻസിൻ്റെ തന്നെ 11 ഷെയ്ഡുകളുണ്ട്. അപ്പോൾ വലിയ ഡിഫറൻസ് ഇല്ലാതെ ഈ റെഡിൻ്റെയും മജന്ത, അതുപോലെ റാണി പിങ്ക്, മെറൂൺ, ഇതെല്ലാം പല പല കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വരിക. ഒരു ഗ്രീൻ ഷെയ്ഡ്. എല്ലാം നല്ല കളേഴ്സ് തന്നെയാണ്. അതെല്ലാം സ്ട്രൈപ്സും കൂടെ വരുമ്പോൾ അതാണ് അതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഓൾ ഓവർ വരിക. ഇത് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനും സ്ട്രൈപ്സ് ആയിട്ട് വരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒത്തിരി അങ്ങ് തിളങ്ങി നിൽക്കുന്ന ഒരു ഗോൾഡല്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത്. ആ ഗോൾഡിന് തന്നെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് വരുമ്പോൾ നല്ല രസമായിട്ട് തന്നെ വരുന്നു. റേറ്റ് 525. മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സ്ട്രൈപ്സ് എല്ലാം ഇങ്ങനെ തന്നെ വരുന്നു. സെയിം മെറ്റീരിയലിൽ തന്നെ, വിചിത്ര സിൽക്കിൽ തന്നെ. റെഡിൻ്റെ നല്ലൊരു ഷെയ്ഡ്. ഇങ്ങനെയാണിത് വരിക. ഇങ്ങനെയാണിത് ഫുള്ള് വരിക. ലൈൻസ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. റേറ്റ് വരുന്നത് 525. മെറ്റീരിയൽ എല്ലാം സെയിം വിചിത്ര സിൽക്കിൽ തന്നെയാണ്. റാണി പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്. ഇതിലും ആ ഗോൾഡ് സ്ട്രൈപ്സ് ഇങ്ങനെ വരുന്നു. ട്രാൻസ്പെറൻ്റ് അല്ല ഈ സാരി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരിക. ഇതാണ് ഇതിൻ്റെ ഡിസൈനും വരുന്നത്. എല്ലാം നല്ല കളർ ഷെയ്ഡിലാണ് വരിക. കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും ഈ സ്ട്രൈപ്സാണ്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെയാണ് ഈ സ്ട്രൈപ്സ് വരിക. എല്ലാത്തിൻ്റെയും മെറ്റീരിയലിലും എല്ലാം സെയിം തന്നെ. ഇതിൻ്റെ ഡിസൈനിൽ മാത്രം സ്ട്രൈപ്സിലുള്ള ഒരു ഡിഫറൻസ് മാത്രം. റേറ്റ് സെയിം 525. ഇത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഈ പ്രിൻ്റ് വന്നിരിക്കുന്നു. ഈ സ്ട്രൈപ്സ് ഇങ്ങനെയാണിത് വരിക. വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ്. റേറ്റ് വരുന്നത് 525.
മറ്റൊരു ഡിസൈനാണ്, നല്ലൊരു വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഓൾ ഓവർ ഇങ്ങനെയായി ഡിസൈൻ വരിക. ഇങ്ങനെ വരുന്നു ബോഡി പാർട്ട് ഫുള്ള്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 485 ആണ്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരിയിൽ ഓൾ ഓവർ ഡിസൈൻ വരിക. ഇങ്ങനെ വരുന്നു. റേറ്റ് 485 ആണ്. മറ്റൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഏത് ഷെയ്ഡുകളും ഒന്നിനൊന്ന് മെച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് നല്ല ഒരു ഷെയ്ഡ്, ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യം തന്നെയാണ് ഇത്. ഇതിൽ വരുന്ന ഡിസൈനും ഓൾ ഓവർ ഇങ്ങനെ തന്നെ വരുന്നു, വിത്ത് ബ്ലൗസ് അല്ല കേട്ടോ. റേറ്റ് വരുന്നത് 485 ആണ്. നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഡിസൈനും ഒരു ആൻറ്റി ഗോൾഡ് പ്രിൻ്റാണ് ഇതിൽ ഫുള്ള് വരിക. ഇങ്ങനെയാണിത് വരിക. ഇങ്ങനെയാണ് ഈ മെറ്റീരിയലും വരുന്നത്. നല്ല രസമുള്ള ഡിസൈൻ. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ്, വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. റേറ്റ് 485.